ഹലോ, അപ്പോൾ ഈശ്വസ് വേൾഡ് ഓഫ് ഹാപ്പിനെസിന്റെ ഓണം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഓണമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അബുദാബിയിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഓണാണ്. അപ്പോൾ ഇവിടുത്തെ ഓണ സെലിബ്രേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു ധാരണയില്ല. ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് ഓണം ഇന്ന് അബുദാബി ഒറ്റയ്ക്കായിപ്പോയി. ഹസ്ബൻഡിന് ലീവ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എൻ്റെ റൂമിൽ ഇരിക്കുകയാണ്. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഓണത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? പൂക്കളം. അപ്പൊ അതുകൊണ്ടൊരു പൂക്കളം ഇടാന്ന് വിചാരിച്ചു. ഇത് ഹസ്ബൻഡ് വരച്ചു വെച്ചിട്ട് പോയതാണ് കേട്ടോ ഓഫീസില്. അപ്പൊ ഞാൻ ഈ പൂ ഇടണം, അതുപോലെ തന്നെ സദ്യ. അപ്പൊ സദ്യ നമുക്ക് ഇവിടെ ഉണ്ടാക്കാനായിട്ട് ഓപ്ഷൻസ് ഇല്ല. ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, പിന്നെ ഓപ്പോസിറ്റ് ഫാമിലി ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും പൂക്കളം ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പൂക്കളം ഇങ്ങനെ പടം മൊത്തം വരച്ച് വെച്ചിട്ട് ഓരോ കോളത്തിൽ ഏത് പൂവൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഹസ്ബൻഡ് പോയത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യാം. ഒറ്റയ്ക്ക് ഇരുന്ന് കൂടുന്നതുകൊണ്ട് നമുക്ക് ഓണപ്പാട്ടൊക്കെ പാടിയാലോ. ഓണപ്പാട്ടൊക്കെ പാടിയിട്ട് ഇടുമ്പോഴേക്കും എനിക്ക് ആ വൈബ് കിട്ടിയാലോ. മാവേലി നാടും മണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കുമുട്ടില്ല താനും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം മുത്തായി മാറും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ. എന്തായാലും നമുക്ക് പൂക്കാൻ വേഗം തീർക്കാം. അങ്ങനെ ഫൈനലി ഞാൻ ഒറ്റയ്ക്കിരുന്ന് പൂക്കളം മുഴുവൻ ഇട്ട് തീർത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഒരുപാട് എഫേർട്ട് എടുത്തെങ്കിലും പൂക്കളം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നു. അപ്പോഴേക്കും ഹസ്ബൻഡ് ലഞ്ചുമായിട്ട് വന്നിരുന്നു. നമ്മൾ പഴയടം മോഹൻ നമ്പൂതിരിയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതായത് ലുലുവിൽ ആ സമയത്ത് സദ്യ ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ മേടിച്ചതാണ്. നാട്ടിൽ സദ്യക്ക് കിട്ടുന്ന എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടുകാരൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് അവിടെ കിട്ടും, നാട്ടുകാരെ മാത്രമേ ഉള്ളൂ കിട്ടാതെ. നമ്മുടെ നെയ്ബർ ഒരു ശ്രീലങ്കൻ ഫാമിലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് സദ്യ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൊതിയായിരുന്നു അവരെപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ടാണ് ഓണത്തിന് അവരെയും ക്ഷണിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവരെയൊക്കെ വിളിച്ചു, അവർക്കും ഭയങ്കര സന്തോഷമായി, അവർക്ക് സദ്യ ഇഷ്ടപ്പെട്ടു. ഫൈനലി ഞങ്ങൾ തിന്നു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഓണം അബുദാബിയിൽ നിന്ന് ഇങ്ങനെയാണ് അവസാനിച്ചത്. നാട്ടിലെ ആരും ഇല്ലാതെ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലൊക്കെ തോന്നിയായിരുന്നു. ആ ഒരു കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അതർവൈസ് ഓണം നന്നായിട്ടുണ്ട്.